കടയിൽ പോയിട്ട് വന്ന ശേഷം ഞാൻ കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് ഗൈസ്. അങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിലൊക്കെ വന്നതല്ലേ എവിടേക്ക് ഒന്ന് ഇന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് നടന്ന് കാത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അവളാണെങ്കിൽ ടി വിയും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ടി വിയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് പിന്നെ ആലോചിച്ച് കുഞ്ഞിൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ വല്യമ്മയുടെ വീട്ടിൽ പോകാൻ വേണ്ടി അവിടുന്ന് ഞാൻ ഇറങ്ങി. അവിടെ ഇറങ്ങി നടന്ന് ചെന്നപ്പോൾ നേണ്ടാ വെയിലൊക്കെ കണ്ടു. എന്നാ ചൂടാണെന്നറിയാം ഈ നാട്ടിൽ. എനിക്കതുകൊണ്ട് ഇവിടെ വരുന്ന ഇഷ്ടമേ അല്ല. പിന്നെ നടന്ന് അവസാനം ഞാൻ അവിടെ ചെന്നു. ഞങ്ങളുടെ വല്യമ്മയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും അപ്പം തന്നെ ഒരാൾ വെളിയിലിറങ്ങിയാന്ന് എനിക്കാണെങ്കിൽ പോക്കോണും തന്നു, ഒരു മിഠായിയും തന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ആ പോക്കോണും മിഠായിയൊക്കെ അവിടെ നിന്ന് കഴിച്ച് കുഞ്ഞിൻ്റെ കൂടെ. പിന്നെ കുറച്ച് നേരം ഞാനും കുഞ്ഞും കൂടെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത്. അത് കഴിഞ്ഞ് അകത്ത് ചെന്നപ്പോൾ വത്സലം പറഞ്ഞു ഇതിൻ്റെ ഉപ്പ് നോക്കാൻ പറഞ്ഞ് അച്ചാറിൻ്റെ ഉപ്പ് നോക്കാൻ വേണ്ടി വിളിച്ച്. ഞാൻ അവിടെ നിന്ന് കുറേ അച്ചാറൊക്കെ കഴിച്ച് കഴിച്ച്. ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ സമ്മതിക്കുന്നില്ല കണ്ടോ. അത് കഴിഞ്ഞ് വത്സലമ്മ എനിക്ക് ചോറ് കൊണ്ട് തന്നു. മീൻകറി, അവിയൽ, അച്ചാർ. സൂപ്പറായിരുന്നു. വത്സലമ്മ സൂപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കും. ഞാൻ അവിടുന്ന് കുറച്ച് ചോറൊക്കെ കഴിച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും പ്രകൃതിയും കൂടെ പിന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി വന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ അനിയൻ പിന്നെയും വിളിച്ച്. അവനെ വിളിക്കാൻ പിന്നെയും ചെല്ലണമെന്ന്. പിന്നെ ഞാൻ ആദ്യം അവിടെ പോയി വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് പോയി അവനെ വിളിച്ച് പിന്നെ ഇങ്ങോട്ട് വന്നു. അവിടുന്ന് വന്ന് കടയിൽ കയറി കുഞ്ഞിനൊരു കിൻഡർ ജോയും എനിക്കൊരു സാൻഡ്വിച്ച് നാരങ്ങാവെള്ളവും മേടിച്ചു തന്നു. ഗൈസ്, ബാലൻസ് പാർട്ട് 3യിൽ വരുന്നതായിരിക്കും. ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ടാണ് ഇത് മെഗാ സീരിയൽ പോലെ നീണ്ടു പോകുന്നത്. എൻ്റെ കുഴപ്പമല്ല. അടുത്ത പ്രാവശ്യം ഞാൻ ഇനി ഇങ്ങനെ ചെയ്യത്തില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഗൈസ് ബൈ.